So today we are starting with your fourth paper. Okay? PG diploma students ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോർത്ത് പേപ്പറിലെ യൂണിറ്റ് ആണ്, രണ്ടാമത്തെ യൂണിറ്റ് ആണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ യൂണിറ്റ്. ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം ദ പേഴ്സണാലിറ്റി വാട്ട് ഈ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ചെറിയൊരു ബ്രീഫ് ഞാൻ തരാം. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വലി യുണീക് തോട്ട്സിനെയും ഫീലിങ്സിനെയും ബിഹേവിയറിനെയും ഒക്കെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹിസ് ഓവേർട്ട് ആക്ഷൻസ്, പുറമെ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് ജനറസ് ആണ്, ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ അവർ ഭയങ്കര ലോയൽ. നിങ്ങൾ ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ ഭയങ്കര ലോയൽ ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അയാളുടെ ഓരോ ആളുകളുടെയും രീതിക്ക് അനുസരിച്ചാണ് ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടേം നമുക്കറിയാം, പേഴ്സോണ എന്ന് പറയുന്ന വാചകത്തിനാണ്, ലാറ്റിൻ വേർഡ് ആണ്, അതിനർത്ഥം മാസ്ക് എന്നാണ്. അപ്പോൾ തിയററ്റിക്കൽ അത് മാസ്ക് എന്നാണെങ്കിലും അതിന് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിൽ റോൾ പ്ലേ എന്നോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിസ്കേസ് ഐഡന്റിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി അല്ലാതെ പുതിയ ഐഡന്റിറ്റിയുമായിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഒരു ആൽപോർട്ട് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഒരുപാട് ഡെഫിനിഷൻസ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ആൽപോർട്ടിന്റെ ഡെഫിനിഷൻസിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആൽപോർട്ട് പേഴ്സണാലിറ്റി ഇസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്ത് ഇൻഡിവിജ്വൽ psychophysical systems that unique determine the unique adjustment to environment എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്റേതും നിങ്ങളുടെയും മുംതാസിന്റെയും മുബീറിന്റെ നഫ്സിലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓർഗനൈസ് സെറ്റ് ആയിരിക്കും. നമ്മുടെ ഓരോ സ്ഥലത്ത് ഓരോ തരത്തിൽ പേഴ്സണാലിറ്റി ഒരു ഓർഗനൈസ് സെറ്റ് ആയിരിക്കും. അത് ആരുള്ളിലാണത്? നമ്മൾ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ. അതാണ് വിത്തിൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. സൈക്കോ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയാൻ കാരണം നമ്മുടെ ബുദ്ധിപരമായിട്ട്, നമ്മുടെ ചിന്താപരമായിട്ട് കാര്യങ്ങളും അത് നമ്മുടെ ശാരീരികപരമായ കാര്യങ്ങളുമായിട്ട് കണക്ഷൻ. സൈക്കോ ഫിസിക്കൽ എന്ന് പറയാൻ കാരണം അത് തീരുമാനിക്കുന്നു യുണീക് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് എൻവയോൺമെന്റ്. യുണീക് മീൻസ് യു ഹാവ് യുവർ ഓൺ വേ ഓഫ് ബിഹേവിയർ, you have your own way of actions, you have your own way of interaction, you have your own way of showing the caring, you have your own way of dealing with the situation, you have your own way of managing the problem situation. So you have a unique system, you have a unique pattern. ഇപ്പൊ മൂത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി ഫാദറുമായിട്ടും മദറുമായിട്ട് ഡീൽ ചെയ്യുന്നതിന്റെ രീതികളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഒന്നാമത്തെ മരുമകൾ, രണ്ടാമത്തെ മരുമകൾ, മൂന്നാമത്തെ മരുമകൾ, ഒരു അമ്മായിമ്മയോ ഡീൽ ചെയ്യുന്ന പാറ്റേൺസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ആളുകളുടെയും ഡിഫറെന്റ് പാറ്റേൺ ആണെന്നനുസരിച്ച് അതിന് യുണീക്നെസ് ഉണ്ടായിരിക്കും. ഇനി ആ ഒരു ഡെഫിനേഷൻസിനെ നമുക്ക് ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഇസ് ഡൈനാമിക് ഓർഗനൈസേഷൻ, ഇറ്റ് ഇസ് സൈക്കോഫിസിക്കൽ സിസ്റ്റംസ്, ഇറ്റ് ഇസ് ഡിറ്റർമിനേറ്റ്, ഇറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ ആൻഡ് തോട്ട്സ്. ഇത് ഓരോന്നിനെയും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എലാബറേറ്റ് ചെയ്തു. കാരണം പേഴ്സണാലിറ്റി ഡൈനാമിക് എന്ന് പറയുന്ന സമയത്ത് പേഴ്സണാലിറ്റി കൺസിസ്റ്റിംഗ്, ഗ്രോയിങ്, ചേഞ്ചിങ് അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഓർഗനൈസിനാണ്, റാൻഡം അല്ല, എങ്ങനെയെങ്കിലും ഒന്നല്ല നമ്മുടെ പേഴ്സണാലിറ്റി മാറിക്കൊണ്ടിരിക്കും, എങ്ങനെയെങ്കിലും ഒന്നല്ല നമ്മുടെ ഗ്രോത്ത്. അതിന് ഓർഗനൈസ് സെറ്റപ്പ് ഉണ്ട്. സൈക്കോ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, സൈക്കോളജിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. മൈൻഡിനും ബോഡിക്കും, മൈൻഡ് ആൻഡ് ബോഡി ഹാവ് ഇറ്റ്സ് ഓൺ ഇൻവോൾവ്മെന്റ്. മൂന്നാമത്തെ ഡിറ്റർമൈൻ ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഫാക്ടറും, ഓൾ ഫാക്ടർ ഓഫ് പേഴ്സണാലിറ്റി ആക്ടിവേറ്റ് ദ ഡയറക്റ്റ് ഒരു സ്പെസിഫിക് ബിഹേവിയർ തോട്ട്സ്. എല്ലാത്തിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, എല്ലാത്തിനും, എല്ലാ സംഭവക്കും, എല്ലാ ഫാക്ടറും, എല്ലാ പെരുമാറ്റ രീതികൾക്കും, പേഴ്സണാലിറ്റിയുടെ മുഴുവൻ മുഖങ്ങൾക്കും രീതികൾക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഭവം അതിലുണ്ടായിരിക്കും. ഓക്കെ, സ്പെസിഫിക് ബിഹേവിയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് തോട്ട് ഉണ്ട്. ഇപ്പൊ എന്റെ ഉള്ളിൽ വരുന്ന തോട്ടാണ്, ഒരു സ്പെസിഫിക് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന തോട്ടാണ് എന്റെ ആക്ഷൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ ആൻഡ് തോട്ട് എന്നൊരു വാചകം കൊടുത്തിട്ടുണ്ട്. എവറിത്തിങ് വി തിങ്ക് ഈസ് അവർ ക്യാരക്ടർ. നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ക്യാരക്ടറാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പേഴ്സണും യൂണീക്ക് ആണ്. ഇത്രയും എലാബറേഷൻ ഏതിനെ കുറിച്ച് പറയുന്നുണ്ട്? നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അതിൽ പറയുന്നു. ഓക്കെ, റൈറ്റ്. സി, നമ്മൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ സൈക്കോ ഡൈനാമിക് തിയറി. വാട്ട് ഇസ് സൈക്കോ ഡൈനാമിക് തിയറി? ഹു കോൺട്രിബ്യൂട്ടഡ് സൈക്കോ ഡൈനാമിക് തിയറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൈക്കോ ഡൈനാമിക് തിയറി ബിഗിൻ വിത്ത് സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് സൈക്കോ ഡൈനാമിക് തിയറിയെ കുറിച്ച് ഏറ്റവും വലിയ ഫേമസ് ആളായിട്ട് അറിയപ്പെടുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നു. ഇപ്പോൾ സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ സൈക്കോ പാത്തോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ
1930-കളിലാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണാലിറ്റി ഡ്യൂറിങ് ദി ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് ദ വേ ഇൻ വിച്ച് ദി പാരന്റ്സ് ആൻഡ് അതർ കെയർ ഗിവേഴ്സ് interact with children have a lifelong lasting children emotional states എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യ ഡയലോഗ്, നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ 5 വർഷത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതകാലം മുഴുവനും നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോ ഇൻ ഷോർട്ട്ലി യുവർ ചൈൽഡ്ഹുഡ്, ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഒരു ഏരിയയില് നമുക്ക് എപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റി ബാധിക്കും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ, പക്ഷെ ഒരുപാട് ഏരിയയിൽ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, കാരണം നമ്മുടെ കുട്ടിക്കാലത്തുള്ള എല്ലാ തോട്ട്സും, ഇപ്പൊ മുമ്പൊരു എക്സ്പെരിമെന്റ്സ് പറയാറുണ്ട്. 45 വയസ്സുള്ള ഒരാളുടെ തലയിൽ ചെറിയൊരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന, നമ്പ്യാർ സാർ എപ്പോഴും പറയില്ലേ ഈ സ്റ്റോറി അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ്, അദ്ദേഹത്തിന് ഏറ്റവും ചെറിയ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന പാട്ടുകൾ, ലല്ലബീസ്, അദ്ദേഹത്തിന്റെ മദർ പാടിക്കൊടുത്ത് അദ്ദേഹത്തിന് ഓർമ്മയിൽ പോലും ഇല്ലാത്ത ലല്ലബീസ് തലയുടെ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് സർജറി ചെയ്യുന്ന സമയത്ത് ഇയാൾ പാടിയെന്നുള്ളതാണ്. അവിടെ സ്റ്റിമുലേഷൻ കൊടുത്തു. സർജറി മീൻസ് ഒരു പ്രത്യേക ഭാഗത്ത് സ്റ്റിമുലേഷൻ കൊടുത്ത സമയത്ത് പാടി. അപ്പോ നമ്മൾ കുട്ടിക്കാലം മുതൽ എന്തെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് അതെല്ലാം നമ്മുടെ ഉള്ളിൽ അതേപോലെ നിൽക്കുന്നുണ്ട് എന്നതിന് തെളിവായിരുന്നു അത്. അപ്പോൾ കുട്ടിക്കാലത്തെ ഒരു കുട്ടിക്ക് റെസിലിയൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്ക് ഫ്യൂച്ചറിലും ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. നേരെ മറിച്ച് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന മുറിവുകൾ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം. ഓക്കെ, ഇതില് ഇമ്പോർട്ടൻസ് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന അടുത്തൊരു ഭാഗം. സൈക്കോ ഡൈനാമിക് തിയറിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൈൻഡ് ആണ്. മൈൻഡ്സ് ആൻഡ് ലെവൽസ് ഓഫ് മൈൻഡ് എന്നതാണ്. ഓക്കെ, അൺകോൺഷ്യസ് മൈൻഡ് ഒന്നാമത്തെ വഴി നമ്മൾ ശ്രദ്ധിക്കാം. ദ അൺകോൺഷ്യസ് മൈൻഡ് കംപ്രൈസസ് മെന്റൽ പ്രോസസ് ഇൻഅക്സസിബിൾ ടു ദി കോൺഷ്യസ്. ഒരു വാക്ക് ഓർമ്മിക്കുക, ഇൻഅക്സസിബിൾ ടു ദി കോൺഷ്യസ്, ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ജഡ്ജ്മെന്റ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ എന്നുള്ളതാണ് വിൽസൺ 2002 അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനായി എഴുതി വെച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഒരുപാട് നമ്മുടെ മെന്റൽ പ്രോസസ്സിങ്ങിനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഓർമ്മിക്കുന്ന സമയത്ത് അതൊന്നും നമുക്ക് ഓർമ്മിച്ചാൽ തിരിച്ചു കിട്ടുന്നതായിരിക്കില്ല. പക്ഷെ അതിനെന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫീലിംഗ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഓർമ്മിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൺകോൺഷ്യസ് മൈൻഡിന്റെ തത്വം. ഇനി സൈക്കോ ഡൈനാമിക് അപ്രോച്ചിനെ കുറിച്ച് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദി സൈക്കോ ഡൈനാമിക് അപ്രോച്ചിൽ ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, അൺകോൺഷ്യസ് ഈസ് പാർട്ട് ഓഫ് ദ മൈൻഡ് which contain things we are unaware of, such as feeling, thoughts, urges and memories. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്നു നമ്മൾ അറിയാത്ത, അൺഅവെയർ എന്നാണ്, അറിയാത്ത നമ്മുടെ ഫീലിങ്സും ചിന്തകളും ആഗ്രഹങ്ങളും മെമ്മറികളും. നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഒരാൾ വേദനിപ്പിച്ചു, അത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. നിങ്ങൾ പബ്ലിക്കായിട്ട് സ്പീക്ക് ചെയ്യാൻ കയറി, നിങ്ങൾ സ്റ്റെക്കായി പോയി, അത് നിങ്ങളുടെ ഉള്ളിൽ പേടി ജനറേറ്റ് ചെയ്യും. നിങ്ങൾ ചെറുപ്പത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിഡന്റ് ആയി, അത് ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അതേപോലെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കാം. നിങ്ങൾ അറിയില്ല ചിലപ്പോൾ, പക്ഷെ നിങ്ങൾ ഇപ്പൊ വണ്ടി എടുത്ത് ഓട്ടാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേടി ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡയലോഗ് എന്താ പറയുന്നത്? നിങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്, ദ അൺകോൺഷ്യസ് മൈൻഡ് ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. നിങ്ങളുടെ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, he connected it like mind into an iceberg. അല്ലെ, ഒരു ഐസ്ബർഗുമായിട്ടാണ് അതിനെ കണക്ട് ചെയ്തത്. ഓക്കെ, ബട്ട് യു കാൺ സീ, നിങ്ങൾ കാണാൻ കഴിയാത്ത ലെവലിൽ. അല്ലെ, നമ്മൾക്ക് ഐസ്ബർഗിനെ കണക്ട് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് കടലിലുള്ള ഐസ്ബർഗ് ആണ് കേട്ടോ, അതില് പുറമെയുള്ള ഒരു ഐസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എത്രയോ അതിനുള്ളിലേക്ക് ആഴ്ന്നു കിടക്കുന്ന ഫീലിങ്സിനെ കുറിച്ചിട്ടോ മോട്ടീവിനെ കുറിച്ചിട്ടോ തീരുമാനങ്ങളെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാം അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സി എ ഷോർട്ട് ബ്രേക്ക് ഫോർ 2 minutes.
സോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇമ്പോർട്ടൻസ് ആണ്, അദ്ദേഹത്തിന്റെ തിയറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയുടെ ഏറ്റവും വലിയൊരു ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഹി കണക്റ്റഡ്, അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം ഒരു ഐസ്ബർഗുമായിട്ട് കണക്ട് ചെയ്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ മൈൻഡ് ഈസ് യു കാൺ സീ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു ലോകമുണ്ട്. അതിനെയാണ് അദ്ദേഹം അൺകോൺഷ്യസ് എന്ന് വിളിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഭാഷയിൽ. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പരിഭവങ്ങൾ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത്, നിങ്ങൾ സന്തോഷം കിട്ടി, നിങ്ങൾ കോൺഫിഡൻസ് കൂടി, നിങ്ങൾ വിജയിച്ചത് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഓവർ ദ ടോട്ടാലിറ്റി ഓഫ് യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ് വിൽ ഡിസൈഡ് യുവർ പേഴ്സണാലിറ്റി എന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികൾ അദ്ദേഹം പറയുന്നത്. നമുക്ക് അൺകോൺഷ്യസ്, ദർ ഹാവ് എൻ അൺകോൺഷ്യസ്. ആ അൺകോൺഷ്യസിൽ ഇതെല്ലാം ഉണ്ട്. അൺകോൺഷ്യസ് ഒരു ഭാഗത്തുണ്ട്. ആ അൺകോൺഷ്യസിന്റെ ഭാഗത്താണ് ഈ മുഴുവൻ ഏരിയകളും കിടന്ന് കളിക്കുന്നത്, അല്ലെ? അത് കഴിഞ്ഞാൽ അൺകോൺഷ്യസിൽ നിന്ന് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്ന പാർട്ടിലേക്ക് എത്തും. പിന്നെ ഇവിടെ കോൺഷ്യസ് എന്ന ഭാഗമുണ്ട്. അവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ തോട്ട് പെർസെപ്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ മെമ്മറി, സ്റ്റോർഡ് നോളജ്, നമുക്ക് ഓർമ്മിച്ചാൽ തിരിച്ചു കിട്ടുന്ന കുറെ സംഭവങ്ങള്. അൺകോൺഷ്യസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റൽ ഫിയേഴ്സ് ആൻഡ് സെൽഫിഷ് മോട്ടീവ്സ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചില പേടികൾ, നമുക്ക് ബോധത്തിൽ പേടിയൊന്നുമില്ല, പക്ഷെ അറിയാതെ ഇരുട്ടാകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാത്ത ചില പേടികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇവിടെ ഈ പ്രീ കോൺഷ്യസിൽ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളത്. അൺകോൺഷ്യസിലാണ് ഒരു പിടുത്തം കിട്ടാതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു ലോകം ഉള്ളത് എന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പോ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ലെവൽസ് ഓഫ് മൈൻഡിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇദ്ദേഹം പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദ കോണ്ടന്റ് ഓഫ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ഫീലിങ്സും, നിങ്ങളുടെ പേടിയും, നിങ്ങളുടെ ആങ്സൈറ്റിയും, നിങ്ങളുടെ കോൺഫ്ലിക്ട്സും എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പൊ കാരണം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പേടി സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസിലാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുക. പ്രോബ്ലം അൺകോൺഷ്യസിലിരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം. ഓക്കെ, അപ്പോ അൺകോൺഷ്യസ് ഇസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നുള്ള അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാഷണൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, അപ്പോൾ റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പല സംഭവങ്ങളടക്കം നിങ്ങളെങ്ങനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ്, നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങളെ പാസ്റ്റിലെ പല സംഭവങ്ങൾ നിങ്ങളെങ്ങനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ പോലും അറിയാതെ. പ്രസംഗിക്കാനാണ് സ്റ്റേജിലേക്ക് ഒരു ആശംസ പറയാൻ വേണ്ടി കയറാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഒരു പിന്നിൽ നിന്ന് പിടുത്തം വരും. ആണോ, ഇതാവും. ഓക്കെ, അവിടെയാണ് നമുക്ക് ഈ ഒരു റോൾ ഓഫ് ഈഗോ. അപ്പൊ ഈഗോ എന്താ ഞാൻ പറഞ്ഞുതരാം. ആദ്യം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ലെവൽസ് ഓഫ് മൈൻഡിൽ നമുക്ക് അടുത്തയിലേക്ക് പോകുമ്പോൾ ഈഗോ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഇതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി എക്സ്പീരിയൻസ് ആണ്. കുട്ടിക്കാലത്തുള്ള ഓർമ്മകളും കാര്യങ്ങളുമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി ഇതില് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. കോൺഷ്യസ്, സബ് കോൺഷ്യസ് വന്നു, അൺകോൺഷ്യസ് വന്നു. ഇതില് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇഡ്, എന്താണ് ഈഗോ, എന്താണ് സൂപ്പർ ഈഗോ എന്നുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തതാണ്. ഇതില് ഒരു മനുഷ്യന്റെ ഡൈനാമിക് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഇവിടെ ഈഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഈഗോ എന്ന് പറയുന്ന കണ്ടീഷൻ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി എസ്സേക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ മുകളിൽ ചോദിച്ച ലെവൽസ് ഓഫ് മൈൻഡും എഴുതണം, സ്ട്രക്ചർ ഓഫ് മൈൻഡും എഴുതണം. ഓക്കെ, ഇത് സ്ട്രക്ചറാണ്. ഇത് മൈൻഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. നിങ്ങൾ നോക്ക്, ഇഡ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു കണ്ടീഷനാണ്, മനസ്സിന്റെ കണ്ടീഷനാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷത്തെ ആഗ്രഹിക്കുന്ന, ബാക്കിയുള്ളവർ ഉപദ്രവിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടുമെങ്കിൽ, വാശി പിടിച്ച സന്തോഷം കിട്ടുമെങ്കിൽ, അസ്ഥി വെച്ച സന്തോഷം കിട്ടുമെങ്കിൽ, കുറുമ്പ് കാണി സന്തോഷം കിട്ടില്ല, കല്ലിൽ തെറിഞ്ഞാൽ സന്തോഷം കിട്ടുമെങ്കിൽ, നമ്മൾ എന്തൊക്കെയാണോ കുട്ടികളുടെ ഒരു ചൈൽഡിഷ് ബിഹേവിയർ എന്തൊക്കെയാണോ ആ ബിഹേവിയർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും. അത് നമ്മളെങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആ ബിഹേവിയർ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഇഡാണ് നിങ്ങളുടെ മനസ്സിന്റെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് 20 ആണെങ്കിൽ 40 ആണെങ്കിൽ ഈ സ്വഭാവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രോളിങ് ഫോഴ്സ് ആണ്. നമ്മുടെ ചിന്താഗതികളെ തെറ്റായ ചിന്താഗതികളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഇഡ് വല്ലാതെ നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ഈഗോ നമ്മളെ കൺട്രോൾ ചെയ്യും. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ പ്രിൻസിപ്പിൾ ആണ്. ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക, അങ്ങനെ എന്താ വിചാരിക്കുക എന്ന് ആലോചിച്ച് ജീവിതം കളഞ്ഞു കൂട്ടുന്ന ഒരു ഏരിയയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന പാർട്ട്. സൂപ്പർ ഈഗോ. ഓക്കെ, അപ്പൊ ഈ സൂപ്പർ ഈഗോനെയും ഇഡിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാണ്? ഈഗോയാണ്. ഒരാൾ സൂപ്പർ ഈഗോ, ഒരാൾ വന്ന് നമ്മുടെ പൈസ ചോദിച്ചു, ഇവിടെ 10,000 തരാം. സൂപ്പർ ഈഗോ പറഞ്ഞാൽ നമ്മൾ കൊടുത്തില്ല, എന്താ വിചാരിക്കാം. ഇഡ് പറഞ്ഞു അത് കൊടുക്കുന്നു, അതിലിപ്പോ ആവശ്യമില്ല, എന്താ വിചാരിക്കുക, അതിന് പ്രശ്നം, അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇഡ് പറഞ്ഞു ഈ കൊടുത്താൽ എനിക്ക് ഭയങ്കര സ്റ്റാർ ആവും, ഈ സൂപ്പർ ആയിക്കോളും, മെയിൻ ആയിക്കോളും എന്ന് പറഞ്ഞു.
അപ്പൊ ഈഗോയിൽ ഇടപെട്ടു. ഈഗോ പറഞ്ഞു, എന്താണ് അപ്പൊ അതിന്റെ ആവശ്യം, ചിന്തിക്കുക, നീ കൊടുക്കണോ വേണ്ടേ, അസെപ്റ്റീവ്, നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നീ അവനോട് പറ എന്റെ കയ്യിൽ ഇല്ല, എന്താണ് ചെയ്യാ ചോദിക്കും, എന്നിട്ട് ഡീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ മോറൽ പ്രിൻസിപ്പിളിനെയും ഓവർ മൊറാലിറ്റിയെയും നമ്മുടെ ചൈൽഡ് ഈഗോ സ്റ്റാറ്റിനെയും നിയന്ത്രിക്കുന്നത്. ഒരാൾ കള്ളു കുടിക്കാൻ തോന്നുന്നതാണ്, അയാൾ ഇഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ, അയാളെ പ്ലഷറാണ്. ഈഗോ പറയാണ് വേണ്ട, അത് നമ്മുടെ ഹെൽത്തിന് പ്രശ്നമാണ്. ഓക്കെ, അങ്ങനെയാണ് ഇഡ് ഈഗോവും സൂപ്പർ ഈഗോവും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുക. അപ്പൊ ഇതില് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇഡ് എന്താണ്, ഈഗോ എന്താണ്, സൂപ്പർ ഈഗോ എന്താണെന്നുള്ളത്. ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അതില് ഇസ് ദ പാർട്ട് ഓഫ് ദി സെൽഫ് വിച്ച് വി ആർ ബോൺ, ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം. അതിൽ കൺസിസ്റ്റ് ഓഫ് ബയോളജിക്കലി ഡ്രിവൺ സെൽഫ് ഇൻക്ലൂഡ് ഇൻസ്റ്റിങ്, നമുക്ക് ജന്മനാൾ എല്ലാ ഡ്രൈവ്സും എന്ന് പറഞ്ഞാൽ ഇഷ്ടം, സ്നേഹം, സെക്സ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഭവങ്ങളും ഇഡിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, ദേഷ്യം പിടിക്കല്, ചൂടാല്, വാശി, എല്ലാം ഇഡിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, അതുകൊണ്ട് ഡിസയർ, ആഗ്രഹങ്ങള്, സെക്സ്, അഗ്രഷൻ എല്ലാം ഇതിലാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫീൽ ഗുഡ് ഓർ ബാഡ്, ഓക്കെ. അപ്പൊ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഡിനെ കുറിച്ചിട്ടാണ്. ഇഡിനെ കുറിച്ച് പറഞ്ഞു, ഈഗോനെ കുറിച്ചും സൂപ്പർ ഈഗോനെ കുറിച്ചും പറഞ്ഞു കേട്ടാ. ഇനി സൂപ്പർ ഈഗോയും ഈഗോയൊക്കെ ഇതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിക്കുമ്പോൾ ക്ലിയർ ആക്കി. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കാതെ റിയാലിറ്റി പ്രിൻസിപ്പിളായി ബന്ധപ്പെട്ടതാണ്. റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ എങ്ങനെയാണ് ലോകം, അതിനനുസരിച്ച് തീരുമാനം എടുത്താൽ മതി. വെറുതെ എന്താ പറയാ, നമ്മുടെ സ്വപ്നങ്ങൾ ജീവിക്കരുതെന്നുള്ളടത്താണ് ഈഗോ ഉള്ളത്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ വാട്ട് വിൽ ഹാപ്പൻ എന്നതാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, a person who has a strong ego which can balance the demand of id and the super ego. എന്നത്തെ പറഞ്ഞ പോലെ സൂപ്പർ ഈഗോനെ ഇഡിന്റെ ഇടയിലും മാനേജ് ചെയ്യുന്നത് ഈഗോ ആണ്. ഓക്കെ, അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനി ഇതിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഏതിലേക്ക് പോകും, അയാളെ ന്യൂറോസിസിലേക്ക് പോകും, നെഗറ്റീവ് ഇമോഷൻസിലേക്ക് പോകും. അയാൾക്ക് അദ്ദേഹം യൂസ് ചെയ്യുന്ന വാക്ക് ന്യൂറോസിസ് എന്നാണ്. നമ്മുടെ മനസ്സിന് എപ്പോഴും നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാവും, ടെൻഷൻസ്, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ആരുടെ വാദം? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാദം കേട്ടോ. ഓക്കെ, ഇനി സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന മറ്റൊരു ഏരിയയാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റൽ തിയറി. അപ്പൊ ഈ 3 സംഭവമാണ് പരീക്ഷയ്ക്ക് അദ്ദേഹത്തിന് തിയറി ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഇത് നമ്മൾ മുമ്പ് എടുത്തൊരു ഏരിയയാണ്. സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് നമ്മൾ ആദ്യം എടുത്തതാണ്, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എടുത്തതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു വർക്കൗട്ടിങ് മാത്രം പോകുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്, ചൈൽഡിന് ഓരോ സ്റ്റേജിലും ജീവിതത്തിൽ ഓരോ പ്ലഷർ നൽകുന്ന ഓരോ ഏരിയകളുണ്ട്. ഓക്കെ, ഓരോ ഏരിയകളുണ്ട്. ഓക്കെ, ഇഡ് ലഭിക്കുന്ന ഓരോ ഏരിയകൾ ഡിഫറെന്റ് ബോഡീസിൽ നിന്ന് കിട്ടുന്ന, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ സന്തോഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ തത്വം. അങ്ങനെ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ബോഡിയെ ഏരിയ എറോജീനസ് സോൺ എന്നുള്ള പേരിലാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? എറോജീനസ് സോൺ എന്നുള്ളതാണ് വിളിച്ചത്. ഈ എറോജീനസ് സോൺ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ്, 1 വയസ്സേ ആയിട്ടുള്ളൂ, വായിലൂടെ കുട്ടിക്ക് സന്തോഷം കിട്ടും. അപ്പൊ കുട്ടിക്ക് വീനിങ് ഓഫ് ഉണ്ടല്ലേ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് സന്തോഷം കിട്ടും. ഒരു 1 മുതൽ 3 വയസ്സിലെ കുട്ടിയുടെ സമയം അനസായിരിക്കും. അപ്പൊ അനസിൽ ബാത്റൂമിലൊന്നും പോവാതെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പ്രോപ്പറായിട്ട് ബാത്റൂമിൽ പോവാതെ. അതാണ് കുട്ടിക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ അതിന് ഏരിയ എറോജീനസ് സോൺ അനസാണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ട്രെയിനിങ് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് കുട്ടിക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഏരിയ. ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ച് കുട്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കോളും. പിന്നെ അടുത്ത ഒരു ഏരിയ ആയിട്ട് പറയുന്നത് ഫാലിക് സ്റ്റേജ് ആണ് അടുത്ത സ്റ്റേജ്. ഫാലിക് സ്റ്റേജ് നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമുക്ക് ഫാലിക് സ്റ്റേജ് 3 മുതൽ 6 വയസ്സ് വരെയാണ്. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജെനറ്റൽ റീജിയനാണ് കുട്ടിക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യുക. അല്ല, ഇവിടെ ഒരു പ്രത്യേകത, ഓരോ സ്റ്റേജ് ഇവിടെ ജെനറ്റലാണെങ്കിലും നമുക്ക് കുട്ടിക്ക് അച്ഛനോട്, പെൺകുട്ടിയാണ് അച്ഛനോടും ആൺകുട്ടിയാണ് അമ്മനോടുമാണ് കുട്ടിക്ക് ഇവിടെ സ്നേഹം ഉണ്ടാവുക. ഓക്കെ, എറോജീനസ് സോൺ ജെനറ്റലാണെങ്കിലും കുട്ടിക്ക് അമ്മനോട്, എഡീപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രാ കോംപ്ലക്സ് എന്ന കൺസെപ്റ്റ് ഉണ്ട്.
എഡീപ്പസും എലക്ട്രയും. എഡീപ്പസ് എന്ന് പറയുന്ന ഒരു കുട്ടി അമ്മനെ കല്യാണം കഴിക്കുന്നു. അപ്പോ അതിന് എത്രയുള്ളത് ഇത് ഇംഗ്ലീഷ് കഥയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എഡീപ്പസ് കോംപ്ലക്സ് എന്ന ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന സ്നേഹം, എലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്നൊരു സ്നേഹം. ഇതിനെയാണ് ഇവര് എന്ത് പേര് വിളിച്ചത്? സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് തിയറി എഡീപ്പസ് കോംപ്ലക്സ്, എലക്ട്ര കോംപ്ലക്സ് എന്ന പേരിട്ട് വിളിച്ചിട്ടുള്ളത്. ഇനി ലേറ്റൻസി സ്റ്റേജിലേക്ക് പോകുമ്പോൾ ലേറ്റൻസി 6 മുതൽ 12 വരെ ഈ സെക്ഷൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡിയിൽ അങ്ങനെ ഏരില്ല എന്നുള്ളതാണ്. അത് ഹൈഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് ലേറ്റൻസി എന്ന് പറയാൻ കാരണം അവിടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്യുക ഒരു എന്താ പറയാ ഗെയിംസിലൂടെ, ഫ്രണ്ട് സർക്കിളിലൂടെ, കളികളിലൂടെ എനിക്ക് ആ എനർജി ചാനലൈസ് ചെയ്ത് കളയാം. ഓക്കെ, അതാണ് ലേറ്റൻസി സ്റ്റേജ് എന്ന് പേരെന്നെ വിളിക്കാൻ കാരണം. ഇനി നെക്സ്റ്റ് ഒരു ഏരിയ ജെനൈറ്റൽ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ടാണ് പിന്നെ ഇതുണ്ടാവുക, ഓപ്പോസിറ്റ് സെക്സ് കേട്ടോ. വേറെയുള്ള ഇപ്പൊ ആൺകുട്ടിയാണ് പെൺകുട്ടി, പെൺകുട്ടിയാണ് ആൺകുട്ടി, അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നത് ഓപ്പോസിറ്റ് സെക്സുമായിട്ടാണ് താല്പര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ സ്റ്റേജിലും ഓരോ കുട്ടികൾക്കും ഉണ്ടായി പോരേണ്ട ഘടകങ്ങളാണ്. അതിലൂടെയാണ് അവർ വളർന്നു വരേണ്ടത് എന്ന് മനസ്സിലാക്കി. ഇനി ഇതിൽ നമുക്ക് പറയാനുള്ള ഡിഫൻസ് മെക്കാനിസം ആണ്. ഞാൻ മുമ്പ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ക്ലാസ് ആളുകൾ എടുത്തതാണ്, അതുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കാം, ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിന് സമാധാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കുറെ വിശ്വാസങ്ങളെയും ചിന്തകളെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, കാരണം നമുക്ക് ഈഗോ സ്റ്റേറ്റുകളുണ്ട്, ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു, ഫ്രോയിഡ് ബിലീവ് ദാറ്റ് ഈഗോ സീക്സ് റീസ്റ്റോർ ദ ബാലൻസ് ഓഫ് വേരിയസ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിഠായി ആഗ്രഹിച്ച് കിട്ടിയില്ല, എനിക്കല്ല ആദ്യം ഇഷ്ടമല്ല അത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ് ഇഡ് എന്ന് പറയുന്ന ഈഗോനെ ഹേർട്ട് ചെയ്തു. നമ്മൾ ആഗ്രഹിച്ചു വന്ന് ഈ മിഠായി കിട്ടിയില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിനെ മനസ്സുകൊണ്ട് മാനേജ് ചെയ്യാം. അപ്പൊ അതിനാണ് അദ്ദേഹം പറഞ്ഞത് ഈഗോ സ്റ്റേറ്റ് റീസ്റ്റോർ ദ ബാലൻസ് ത്രൂ വേരിയസ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. അതിനാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പം മുന്തിരി പുളി എന്താ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം വന്നാൽ നമ്മൾ അമ്മയോട് തീർക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതിനു ഡിനൈൽ, ഡിസ്പ്ലേസ്മെന്റ്, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ, സബ്ലിമേഷൻ എന്ന് പറഞ്ഞ ഏരിയ ഞാൻ പറഞ്ഞു. അപ്പോ ഇനി സൈക്കോഡൈനാമിക് ടൈപ്പ് ഓഫ് സൈക്കോഡൈനാമിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, മെത്തഡോളജി ആളുകൾ എന്തെയും യൂസ് ചെയ്യാറുണ്ട്. ടൈപ്സ് ഓഫ് ഡൈനാമിക് ട്രീറ്റ്മെന്റ്. അപ്പോൾ സൈക്കോഡൈനാമിക് ട്രീറ്റ്മെന്റിന് പലതരത്തിൽ ഉപയോഗിക്കാന്ന് പറയുന്നത്. സൈക്കോതെറാപ്പിയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ടോക്കിങ്ങിലൂടെയാണ്, ക്ലിനീഷ്യനാണ്, പിന്നെ ക്ലിനീഷ്യൻ എന്ത് ചെയ്യും, ക്ലയന്റുമായിട്ട് സംഭാഷണം നടത്തിയിട്ടാണ്. ഈ തെറാപ്പിയിൽ എന്തെല്ലാം ഉണ്ട്, ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ മുമ്പ് പറയാറുണ്ട്, ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും ഒക്കെ പറയാറുണ്ട്. നമ്മൾ ഈ ക്ലയന്റിന് കൗൺസിലറോട് സ്നേഹം തോന്നുക, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ മരിച്ചു, അച്ഛന്റെ സ്ഥാനത്ത് കൗൺസിലർ കാണുന്നൊക്കെ ഒരു സാധനം ഞാൻ മുമ്പ് പറഞ്ഞു. ഇവിടെ ട്രാൻസ്ഫറൻസ് ഉണ്ടാകുന്നുള്ളതാണ്. A person redirect their feeling and expectations from one person into another, usually unconsciously. Transference is common in therapy. The client applies emotions towards the clinician and act towards them as if they were another person. അപ്പോൾ ഒരാൾക്ക് അച്ഛനാണ് പെട്ടെന്ന് മരിച്ചുപോയി, അപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് ആണ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരത്തേക്ക് അച്ഛൻ കൊടുത്ത എന്തായിരുന്നു കിട്ടിയിരുന്നത്, കെയർ ആണ്. അപ്പൊ ആ കെയർ കൗൺസിലറുടെ അടുത്ത് കൗൺസിലർ റോള്. സാധാരണ കൗൺസിലിംഗും സൈക്കോഡൈനാമിക് ഭയങ്കര ഡിഫറെന്റ് ആണ്. സൈക്കോഡൈനാമിക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫറൻസ് പറയുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് അയാൾക്ക് തോന്നി കൊടുക്കാത്തതാണ്. ഓക്കെ, ഇപ്പൊ സംഭവത്തില് ഈ ഒരു ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള റിലേഷൻഷിപ്പും സൈക്കോഡൈനാമിക്കില് വന്നേക്കാം. അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് വരെ പോയേക്കാം. ഓക്കെ, എന്താണെങ്കിലും സോഷ്യൽ വർക്കർ എന്താ ചെയ്യും, സോഷ്യൽ വർക്കർ ഐഡന്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്ലയന്റ്സ് ട്രാൻസ്ഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഞാനത് പറഞ്ഞു ഇത് തീരട്ടെ. അപ്പൊ ദേ ക്യാൻ ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ് ദ പാർട്ട് ഓഫ് ദ ക്ലയന്റ് ഓഫ് ദെയർ കണ്ടീഷൻ. അപ്പം നമുക്കിപ്പോ നമ്മളോട് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റ് വന്നു നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ക്ലയന്റിന് ഇയാളോട് വല്ലാത്തൊരു ഇഷ്ടം, അച്ഛൻ മരിച്ചെന്ന് അച്ഛന്റെ പോലെ ഇയാളെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, അത് ആർക്ക് മനസ്സിലാവണം? പിന്നെ സാധാരണ കൗൺസിലിംഗ് ആണ് നമ്മൾ ഇല്ലാതെ ശ്രദ്ധിക്കണം. ഈ സൈക്കോഡൈനാമിക് തെറാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോളിൽ കൗൺസിലർ കുറച്ചു കാലം ഉണ്ടായിരിക്കും. അതൊരു 1 year 2 year ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ മെല്ലെ എന്ത് ചെയ്യാണ് ചെയ്യുക, കട്ട് ചെയ്ത് അയാൾ സെൽഫ് റിലീസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലിയർ ചെയ്ത് പോവുക ചെയ്യാം. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പെൺകുട്ടി വന്നു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇയാൾക്ക് നേരെ തിരിച്ചു അതേപോലെ അങ്ങോട്ട് റിയൽ ആയിട്ട് ഫീൽ ചെയ്യാം. അങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല.
ലവർ നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെണ്ണ് വന്ന് സംസാരിച്ചു. തെറാപ്പി അവിടെ സൈക്കോഡൈനാമിക്കിൽ ഉദ്ദേശിച്ചത് ഹസ്ബൻഡിന്റെ റോള് കെയറിങ് ബേസ് ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങൾ വൈഫ് സംസാരിക്കുമ്പോൾ ഫുള്ള് കേട്ടിരുന്നു. അത് അങ്ങനത്തെ കുറെ റോള് കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു ഡിപ്രഷന് ജസ്റ്റ് ഒന്ന് ഓവർകം ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇയാളെന്ത് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഇയാൾക്ക് അങ്ങോട്ട് ഇഷ്ടമായി, പിന്നെ അയാൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു. ആ ലെവലിലേക്ക് ഒന്നും പോകരുത്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആണെന്നാണ് നമുക്ക് അങ്ങോട്ടൊരു അഫെയർ തോന്നുക അല്ലെങ്കിൽ ഇഷ്ടം തോന്നുക, അതേ കാറ്റഗറി നമ്മൾ ഫീൽ ചെയ്ത കൗണ്ടർ ട്രാൻസ്ഫറൻസ്. മനസ്സിലായോ? ചോദിച്ചാൽ കാണാനില്ലല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്രീ അസോസിയേഷൻ. ഫ്രീ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സൈക്കോഡൈനാമിക് അപ്രോച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കൗൺസിലർ കൗൺസിലർ എന്താ ചെയ്യുക, ക്ലയന്റിന് ഒരു കോച്ച് ഉണ്ടാവും, എടുക്കാനുള്ള കോച്ച് അല്ലെ, അതിലേക്ക് എടുക്കും അല്ലെ, ഫ്രീ ആയിട്ട് കയ്യും കാലൊക്കെ ഫ്രീ ആക്കി ഇടാൻ പറയും. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതെല്ലാം നിങ്ങൾ പറയാൻ പറയും. ഓക്കെ, വാട്ട് യു ഫീൽ, വാട്ട് ആർ ദ തിങ്സ് ഇൻ യുവർ മൈൻഡ് സേ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പറയും. അതിൽ നിന്ന് ആ ക്ലയന്റ് യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് സൊല്യൂഷൻസിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഫ്രീ അസോസിയേഷൻ. അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള തെറാപ്പിയാണ്, ഞാനത് ചെയ്യാറുണ്ട്. വളരെ ഹെൽപ്ഫുൾ ആണ്, ഈസിയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു തെറാപ്പിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം അനാലിസിസ് ആണ്. ഡ്രീം എങ്ങനെ മനുഷ്യൻ അനലൈസ് ചെയ്യാം? ഡ്രീം അനാലിസിസ് ഈ ഫ്രീ അസോസിയേഷനിൽ കൗൺസിലർ അങ്ങോട്ടൊന്നും ചോദിക്കില്ല. അങ്ങനെ ചോദിക്കും. നമ്മളിങ്ങനെ മറ്റേ എന്താ പറയാ പറഞ്ഞിങ്ങനെ വരുമ്പോ സമയത്ത് ഇങ്ങനെ തിന്നാട്ടെടുക്കൂലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് എന്നിട്ട് ഈ അങ്ങനെ പറയാം, അങ്ങനെ പോകുന്നുള്ളൂ. ചെറിയ ചോദ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി, ബാക്കി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി. ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ടെക്നിക്കാണ് ഡ്രീം അനാലിസിസ്. അതിൽ പേഴ്സൺസിന്റെ അൺകോൺഷ്യസ് ഡ്രീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയപ്രകാരം ഡ്രീം ഇസ് ദ റോയൽ വേ ടു ദ അൺകോൺഷ്യസ് എന്നാണ്. അൺകോൺഷ്യസിലേക്കുള്ള റോയൽ പാസേജ് ആണ് ഡ്രീം എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഡ്രീമിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഡ്രീം എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ്, അങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അയാൾക്ക് തെറാപ്പി കൊടുത്ത് റെഡിയാക്കിയാണ്. ഇതൊക്കെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. അത് നമ്മൾ പേഴ്സണാലിറ്റി പറഞ്ഞു, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോഅനലിറ്റിക്കൽ പറഞ്ഞു, സിഗ്മണ്ട് സ്ട്രക്ചർ ഓഫ് മൈൻഡ് പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ എലമെന്റ് തിയറി പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തെറാപ്യൂട്ടിക് അപ്രോച്ചസ് പറഞ്ഞു. അപ്പോൾ വൈവേക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തെല്ലാം ടൈപ്സ് ഓഫ് സൈക്കോഡൈനാമിക് ട്രീറ്റ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല, നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇന്ന് നമ്മൾ പേഴ്സണാലിറ്റിയും അതിന്റെ സിഗ്മണ്ട് ഫ്രോയിഡും അതിന്റെ ഡീറ്റെയിൽസും മാത്രം പറഞ്ഞു. ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എനി ഡൗട്ട്സ്? സാറിന് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഉറക്കല്ല, എനർജി ഇല്ല അശ്വതിയെ. മുഖം നോക്കണ്ട, ചാർജ് തീർന്നെടുക്കാണ്.